അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ദ ഫിഫ്ത്ത് ടേം ഓഫ് അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 40 ആൻഡ് നയൻത്ത് ടേം ഈസ് 22. അതായത് ഒരു സമാന്തര ശ്രേണിയിലെ അഞ്ചാമത്തെ ടേം 40 ആണ്, അതേപോലെ ഒമ്പതാമത്തെ ടേം 22 ആണ്. ഓക്കെ, വാട്ട് ഈസ് ദ ഫസ്റ്റ് ടേം ഓഫ് ദി സീക്വൻസ് ആൻഡ് വാട്ട് ഈസ് ദ സെവൻത്ത് ടേം ഓഫ് ദി സീക്വൻസ്? അപ്പോൾ ഒന്നാമത്തെ ടൈം എന്താ ചോദിച്ചിട്ടുണ്ട്, അതേപോലെ ഏഴാമത്തെ ടൈം എന്താ ചോദിച്ചിട്ടുണ്ട്. സോ നമുക്ക് രണ്ട് ടേം തന്നിട്ടുണ്ട്. സോ അതിന് നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടെത്താം. എന്താണ് കോമൺ ഡിഫറൻസ്? പൊതുവ്യത്യാസം, ടേം ഡിഫറൻസ് ഡിവൈഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്, പദവ്യത്യാസം ഡിവൈഡ് ബൈ സ്ഥാനവ്യത്യാസം. അതായത് x9 മൈനസ് x5 ഡിവൈഡ് ബൈ 9 മൈനസ് 5. ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും x5 40 ആണ്, x9 22 ആണ്. അതായത് പദങ്ങൾ കൂടുന്നതനുസരിച്ച് വാല്യൂ എന്താണ്, കുറയാണ്. സോ കോമൺ ഡിഫറൻസ് എന്തായിരിക്കും? ഒരു നെഗറ്റീവ് ടേം ആയിരിക്കും, മൈനസ് ആയിരിക്കും. ഓക്കെ, നമുക്ക് നോക്കാം. വാട്ട് ഈസ് x9 22? സോ 22 മൈനസ് 40 ഡിവൈഡ് ബൈ 9 മൈനസ് 5, ദാറ്റ് ഈസ് 22 മൈനസ് 40 എന്ന് വെച്ചാൽ മൈനസ് 18 divided by 9 minus 5, that is 4. സോ നമുക്ക് ആൻസർ കിട്ടുന്നത്, കോമൺ ഡിഫറൻസ് കിട്ടുന്നത് മൈനസ് 9/2 ആണ്. സോ നമുക്ക് കോമൺ ഡിഫറൻസ് മൈനസ് 9/2 എന്നാണ് കോമൺ ഡിഫറൻസ് കിട്ടിയിരിക്കുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് ഫസ്റ്റ് ടൈം കാണാലോ. ഫസ്റ്റ് ചോദിക്കുന്നത് ഫസ്റ്റ് ടൈം ആണ്, പിന്നെ സെവൻത്ത് ടൈം. ഫസ്റ്റ് ടൈം നമുക്ക് ഇങ്ങനെ കാണാം. x1 ഈസ് ഇക്വൽ ടു വാട്ട് ഈസ് x5 മൈനസ് എത്ര കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യണം? 40. ഓക്കെ, ദാറ്റ് ഈസ് x5 40 ആണ്. 40 മൈനസ് വാട്ട് ഈസ് കോമൺ ഡിഫറൻസ്? 4 ഇൻറ്റു കോമൺ ഡിഫറൻസ് എന്താണ്? മൈനസ് 9/2 ആണ്. സോ ഇത് ചെയ്ത് വരുമ്പോൾ 40 മൈനസ് 4 ഇൻറ്റു മൈനസ് 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 പ്ലസ് ആവും. ഈ 4ഉം 2 നമുക്ക് കട്ട് ചെയ്യാം. സോ ഇവിടെ 2 വരും. സോ 2 ഇൻറ്റു 9 വരും, ദാറ്റ് ഈസ് 18. ദാറ്റ് ഈസ് 58 ആണ് ആൻസർ വരിക. ഇങ്ങനെയാണ് ഫസ്റ്റ് ടൈം കാണാം. ഇത് നമുക്ക് വളരെ സിമ്പിളാക്കി നമുക്ക് വേറെ രീതിയിൽ ചെയ്യാൻ പറ്റും. നമുക്കത് നോക്കാം. അതായത് ഇവിടെ നോക്കൂ, x5 തന്നിട്ടുണ്ട്, അതുപോലെ x9 തന്നിട്ടുണ്ട് അല്ലേ. x5 എന്താണ്? 40 ആണ്. x9 എന്താണ്? 22 ആണ്. സോ ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണെങ്കിൽ എന്താണ്? പ്ലസ് 4d ആണ് x5 x9ലേക്ക്. ഇനി നമുക്ക് കാണേണ്ടത് x1 ആണ്. ഓക്കെ, അപ്പൊ x1ഉം x9ഉം തമ്മിലുള്ള ഡിഫറൻസ് ഇതും എന്താണ്? പ്ലസ് 4d ആണ്. സെയിം ഡിഫറൻസ് ആണ് അല്ലേ. സോ ഇവിടെ 22 40 ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? ഇവിടെ എന്താണോ, ഇവിടെ S1ഉം x5നുള്ള ഡിഫറൻസ് പറഞ്ഞാൽ 4d ആണ്. അതേപോലെ x5ഉം x9ഉം തമ്മിലുള്ള ഡിഫറൻസും 4d ആണ്. അതായത് 40ഉം S5ഉം x9ഉം തമ്മിലുള്ള സെയിം ഡിഫറൻസ് തന്നെ ആയിരിക്കും x5ഉം x1ഉം തമ്മിലുള്ള ഡിഫറൻസ്. ഇവിടെ S5ഉം x9ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? ഇത് ഇങ്ങോട്ട് പോകുമ്പോൾ 18 കുറയ്ക്കുകയാണ് അല്ലേ, 18 മൈനസ് ചെയ്തിട്ടാണ്. സോ ഇത് നമ്മുടെ ഡിഫറൻസ് 18 ആയിരിക്കും. സോ ഇങ്ങോട്ട് വരുമ്പോൾ എന്തായിരിക്കും? 18 പ്ലസ് ചെയ്യാണ് വേണ്ടത്. സോ x1 എന്തായിരിക്കും? x5 പ്ലസ് 18, ദാറ്റ് ഈസ് 40 പ്ലസ് 18, ആൻസർ 58. ഇങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് ഇതില്? വാട്ട് ഈസ് ദി സെവൻത്ത് ടേം? സെവൻത്ത് ടേം എന്താണോ? സെവൻത്ത് ടേം കാണാൻ ഈസി അല്ലേ. ഫിഫ്ത്ത് ടേമും നയൻത്ത് ടേമും തന്നിട്ടുണ്ട്. ഫിഫ്ത്ത് ടേമും നയൻത്ത് ടേമും തന്നിട്ടുണ്ട്. നമ്മൾ കോമൺ ഡിഫറൻസ് കണ്ടെത്തിയിട്ടുണ്ട്. സെവൻത്ത് ടേം ഈസി ആയിട്ട് കാണാൻ പറ്റും. x5 പ്ലസ് 2d എന്ന രീതിയിൽ സെവൻത്ത് ടേം കാണാൻ പറ്റും. അതല്ലാതെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. x5 ഇതാണ്, x9 ഇതാണ്. നമുക്ക് കാണേണ്ടത് എന്താണ്? x7 ആണ്. x7 ആണ് കറക്റ്റ് മിഡിലാണ്. x5ന്റെയും x9ന്റെയും കറക്റ്റ് മിഡിൽ ആയുള്ള ടേം ആണ് അല്ലേ. സോ മിഡിൽ ടേം കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് x5ഉം x9ഉം കൂട്ടിയിട്ട് 2 ഡിവൈഡ് ചെയ്താൽ മതി. സോ നമുക്ക് x7 കിട്ടണമെങ്കിൽ x5 പ്ലസ് x9 ഡിവൈഡ് ബൈ 2. x5 40 ആണ്. സോ 40 പ്ലസ് x9 22 ആണ്. 22 ഡിവൈഡ് ബൈ 2, ദാറ്റ് ഈസ് 62 divided by 2, that is 31.
31 ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 9 ബി ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫസ്റ്റ് ടേം ഓഫ് അരിത്മെറ്റിക് സീക്വൻസ് 15 ആൻഡ് സം ഓഫ് ദി ഫസ്റ്റ് 5 ടേംസ് ഓഫ് ദി സീക്വൻസ് ഇസ് 135. വാട്ട് ഈസ് ദ തേർഡ് ടേം ഓഫ് ദി സീക്വൻസ്? ഓക്കെ, ക്വസ്റ്റ്യൻ എന്താ തന്നേക്കുന്നത്? ആദ്യത്തെ ടേം തന്നിട്ടുണ്ട് അല്ലേ, x1 തന്നിട്ടുണ്ട്. x1 എന്താണ്? 15 ആണ്. അതുപോലെ സം ഓഫ് ഫസ്റ്റ് 5 ടേം ദാറ്റ് ഈസ് x5 തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 135 ആണ്. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വാട്ട് ഈസ് ദി തേർഡ് ടേം ഓഫ് ദി സീക്വൻസ്? തേർഡ് ടേം എന്താ? അപ്പൊ നമുക്കറിയാം x5 എന്നാൽ എന്താണ്? x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് x4 പ്ലസ് x5, അതാണ് 135. സോ ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ തുടർച്ചയായ ടേംസിന്റെ സം പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ടേംസ് ഇൻറ്റു മിഡിൽ ടേം ആണ്. ഇവിടെ മിഡിൽ ടേം എന്താണ്? x3 ആണ്. ഇവിടെ മിഡിൽ ടേം നമ്പർ ഓഫ് ടേംസ് എത്രയാണ്? 5 ആണ്. സോ 5 ഇൻറ്റു x3 ഈസ് ഈക്വൽ ടു 135 ആണ്. അങ്ങനെയാണെങ്കിൽ x3 എന്താ? x3 ഈസ് ഈക്വൽ ടു 135 ഡിവൈഡ് ബൈ 5. നമുക്ക് എത്ര കിട്ടും? 27 ആണ് നമുക്ക് ആൻസർ കിട്ടുക. സോ മൂന്നാമത്തെ ടൈം എന്താണ്? 27 ആണ്. റൈറ്റ് ഫസ്റ്റ് 5 ടേംസ് ഓഫ് ദി സീക്വൻസ്. ആദ്യത്തെ 5 ടേമുകൾ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ x5 ഫസ്റ്റ് ടൈം 15 എന്നറിയാം, തേർഡ് ടൈം 27 എന്നറിയാം. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? കോമൺ ഡിഫറൻസ് കിട്ടും. കോമൺ ഡിഫറൻസ് നമുക്ക് എങ്ങനെ എഴുതാം? കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ഡിവൈഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. പദവ്യത്യാസം ഡിവൈഡ് ബൈ സ്ഥാന വ്യത്യാസം. പദവ്യത്യാസം ഇവിടെ എന്താണ്? x3 മൈനസ് x1 ആണ്. പൊസിഷൻ ഡിഫറൻസ് എന്താണ്? 3 മൈനസ് 1 ആണ്. സോ നമുക്ക് എങ്ങനെ എഴുതാം? 27 മൈനസ് x1 എന്താണ്? 15 ആണ്. ബൈ 3 മൈനസ് 1 ആണ് 2 ആണ്. സോ 27 മൈനസ് 15 എന്ന് വെച്ചാൽ 12 ബൈ 2 ദാറ്റ് ഈസ് 6 ആണ് കോമൺ ഡിഫറൻസ് വരുന്നത്. സോ ഫസ്റ്റ് ടൈം x1 നമുക്കറിയാം 15 ആണ് ആൻഡ് കോമൺ ഡിഫറൻസ് 6 ആണ്. സോ നമുക്ക് എഴുതാമല്ലോ അരിത്മെറ്റിക് സീക്വൻസ് 15 21 പിന്നെ 6 കൂട്ടിയാൽ 27 33 39. സോ ഇതാണ് ആ അരിത്മെറ്റിക് സീക്വൻസ് വരുന്നത്. ഇൻ ദി പിക്ചർ ദർ ഇസ് എ ലാർജ് സർക്കിൾ ആൻഡ് 2 semicircle of equal size inside it. O is the center of the large circle. അതായത് ഒരു വലിയ സർക്കിൾ ഉണ്ട്, അതിന് O ആണ് അതിന്റെ സെന്റർ ആയിട്ട് വരുന്നത്, വൃത്ത കേന്ദ്രമായിട്ട് വരുന്നത്. അതിൻ്റെ ഉള്ളിൽ 2 അർദ്ധവൃത്തങ്ങളുണ്ട്. If a dot is put in the picture without looking, what is the probability that the dot is in the shaded region? അതായത് നമുക്ക് ഇവിടെ ഒരു ഷെയ്ഡഡ് റീജിയൻ ഉണ്ടല്ലേ. സോ നമ്മൾ ഒരു ഡോട്ട് റാൻഡമായിട്ട് ഒന്ന് പിക്ക് ചെയ്യുകയാണ്. സോ ആ ഡോട്ട് ഈ ഷെയ്ഡഡ് റീജിയനിൽ വരാനുള്ള ചാൻസ്, അതായത് ഇവിടെ നമുക്കൊരു ബ്ലാക്ക് ഷെയ്ഡ് ചെയ്ത റീജിയൻ കാണുന്നുണ്ടല്ലോ, അതിൽ വരാനുള്ള പ്രോബബിലിറ്റി ആണ് കാണേണ്ടത്, സാധ്യത. ഓക്കെ, സോ നമുക്ക് പ്രോബബിലിറ്റി എങ്ങനെ കാണാം? ഇവിടെ എന്താണ് അതിൻ്റെ പ്രോബബിലിറ്റി? ആദ്യം ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ കാണാം അല്ലേ. ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ കാണണം. ഡിവൈഡ് ബൈ ടോട്ടൽ ഏരിയ, ടോട്ടൽ സർക്കിളിൻ്റെ ഏരിയ. ഓക്കെ, സോ ഇത് ജോമെട്രിക്കൽ പ്രോബബിലിറ്റി എന്ന പോർഷനിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ എങ്ങനെ കാണാൻ നോക്കാം. ടോട്ടൽ ഏരിയ എന്താണ്? നമുക്ക് ഈ വലിയ സർക്കിളിൻ്റെ റേഡിയസ് 6 എന്ന് എടുക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഏരിയ എന്താണ്? ടോട്ടൽ ഏരിയ ഒന്നുമില്ല, πr² ആണ് അല്ലേ. ടോട്ടൽ ഏരിയ πr² ആണ്. ഇനി ചെറിയ സർക്കിൾ ഉണ്ടല്ലോ, ചെറിയ സെമി സർക്കിൾ ഉണ്ടല്ലോ, രണ്ടിൻ്റെ റേഡിയസ് സെയിം ആണ്. ഇതിൻ്റെ റേഡിയസ് എന്തായിരിക്കും? ഇതിൻ്റെ ഡയമീറ്റർ വ്യാസം എന്തായിരിക്കും? വ്യാസം ഈ വലിയ സർക്കിളിൻ്റെ റേഡിയസ് ആയിരിക്കും.
അല്ലേ? സോ ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് r/2 ആയിരിക്കും. രണ്ട് സെമി സർക്കിളിൻ്റെയും റേഡിയസ് r/2 ആയിരിക്കും. ഓക്കെ, r/2 ആണെങ്കിൽ ഈ ഒരു സെമി സർക്കിളിൻ്റെ ഏരിയ എന്തായിരിക്കും? 1 സെമി സർക്കിൾ ഏരിയ എന്തായിരിക്കും? ഏരിയ ഓഫ് 1 സെമി സർക്കിൾ എന്തായിരിക്കും? നമുക്കറിയാം സർക്കിളിൻ്റെ ആണെങ്കിൽ πr² ആണ്, സെമി സർക്കിളിൻ്റെ ആകുമ്പോൾ എന്താവും? πr²/2 എന്നാവും. πr²/2 വേർ r എന്താണ്? സെമി സർക്കിളിൻ്റെ റേഡിയസ് ആണ്. ഇവിടെ സെമി സർക്കിളിൻ്റെ റേഡിയസ് എന്തായിരുന്നു? സ്മാൾ r എന്താണ്? ക്യാപിറ്റൽ r/2 ആണ്. സോ നമുക്കത് ഇതിലിട്ട് കൊടുക്കാം. πr² r² പകരം r/2 എന്ന് കൊടുക്കാം. ഹോൾ സ്ക്വയർ ബൈ 2. ഓക്കെ, അപ്പോൾ അതെങ്ങനെ വരും? πr²/2² എന്ന് വരും. ദാറ്റ് ഈസ് 4 എന്ന് വരും. പിന്നെ ഓൾറെഡി ഒരു 2 ഉണ്ട്. സോ πr²/8 എന്ന് കിട്ടും. അപ്പോൾ ഒരു സെമി സർക്കിളിൻ്റെ ഏരിയ ആണ് πr²/8. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ സെമി സർക്കിൾ ഏരിയ, രണ്ട് സെമി സർക്കിൾ ഉണ്ട്, ടോട്ടൽ സെമി സർക്കിൾ ഏരിയ എന്താണ്? 2 × πr²/8. ഒന്നിൻ്റെത് πr²/8 ആണ്. സോ രണ്ട് സെമി സർക്കിളിൻ്റെ ഏരിയ 2 × πr²/8, ദാറ്റ് ഈസ് πr²/4. അതാണ് ടോട്ടൽ ഏരിയ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ടോട്ടൽ സെമി സർക്കിളിൻ്റെ ഏരിയ ആണ് πr²/4 വരുന്നത്. പക്ഷെ നമുക്കെന്താണ്? ഷെയ്ഡഡ് റീജിയൻ്റെ ഏരിയ ആണ് കാണേണ്ടത്. ഷെയ്ഡഡ് റീജിയൻ്റെ ഏരിയ നമുക്കറിയാം. ടോട്ടൽ ഷെയ്ഡഡ് റീജിയൻ്റെ ഏരിയ എന്നാൽ എന്താണ്? ഈ ടോട്ടൽ സർക്കിളിൻ്റെ ഏരിയയിൽ നിന്ന് രണ്ട് സെമി സർക്കിളിൻ്റെ ഏരിയ മൈനസ് ചെയ്താൽ മതി, അല്ലേ? സോ ടോട്ടൽ ഷെയ്ഡഡ് റീജിയൻ്റെ ഏരിയ നമുക്ക് എങ്ങനെ കാണാം? ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ, അതായത് ടോട്ടൽ സർക്കിളിൻ്റെ ഏരിയ, അതായത് πr² നിന്ന് നമുക്ക് ആ രണ്ട് സെമി സർക്കിളിൻ്റെ ഏരിയ നമുക്ക് മൈനസ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് πr²/4 മൈനസ് ചെയ്താൽ മതി. ഓക്കെ, സോ നമുക്ക് ഇതിൽ πr² പുറത്ത് കൊടുത്താൽ 1 - 1/4 എന്നാവും, അല്ലേ? ഒന്നിൽ നിന്ന് 4 കുറച്ചാൽ എന്താണ്? 3/4. സോ πr² × 3/4 എന്നാവും. അത് നമുക്ക് 3/4 πr² എന്ന് കിട്ടും. ഓക്കെ, സോ ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ നമുക്ക് കിട്ടി 3/4 πr². എന്താണ് ടോട്ടൽ ഏരിയ? എന്താണ്? πr², അല്ലേ? സോ ഈ πr² കട്ട് ചെയ്താൽ നമുക്ക് പ്രോബബിലിറ്റി എന്ത് കിട്ടും? 3/4 എന്നാണ് പ്രോബബിലിറ്റി കിട്ടുക. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കൺസിഡർ ദ അൽജബ്രിക് സീക്വൻസ് 3, 7, 11. ചെക്ക് വെദർ 2026 is a term of the sequence. Why? What is the position of 211 in this sequence? Okay, so ഒരു അൽജബ്രിക് സീക്വൻസ് തന്നിട്ടുണ്ട് 3, 7, 11. സോ ഇതിലെ ഒരു ടേം ആണോ 2026 എന്ന് ചെക്ക് ചെയ്യുക. അതാണ് ഫസ്റ്റ് പാർട്ട് ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, സോ ഇതിലൊരു ടേം ആണ് 2026 എങ്കിൽ നമുക്കത് എങ്ങനെ ചെക്ക് ചെയ്യാം? ഒന്നുമില്ല, ഈ ടേം ചെക്ക് ചെയ്യേണ്ട ടേമും അതുപോലെ ഇതിലേതെങ്കിലും ടേമും തമ്മിൽ ഡിഫറൻസ് നോക്കിയിട്ട് അത് കോമൺ ഡിഫറൻസിൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. പൊതുവ്യത്യാസത്തിൻ്റെ ഗുണിതമാണോ എന്ന് ചെക്ക് ചെയ്താൽ മതി.
ഓക്കെ, സോ ആദ്യം നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടെത്താം. എന്താണ് ഇവിടെ കോമൺ ഡിഫറൻസ്? പൊതുവ്യത്യാസം എന്താണ്? 7 - 3, ദാറ്റ് ഈസ് 4 ആണ്. ഇനി നമുക്ക് 2026 ഇതിലേതെങ്കിലും ടേം, ഫസ്റ്റ് ടേം തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. ഡിഫറൻസ് എന്താണ്? 2026 - 3 ആണ്. 2023 ആണ്. ഓക്കെ, ഈ 2023 ഈ ഡിഫറൻസ് ഈ കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ ആണോ നോക്കാം. 2023 എന്നുള്ള കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ ആവോ? 4ന്റെ മൾട്ടിപ്പിൾസിലൊക്കെ എന്താണ്? ഇരട്ട സംഖ്യകളാണ്, ഈവൻ നമ്പറാണ്. 2023 എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റ സംഖ്യയാണ്, ഓഡ് നമ്പറാണ്. സോ ഇതെന്തായാലും 4ന്റെ മൾട്ടിപ്പിൾ അല്ല. സോ 2026 എന്നുള്ളത് ഈ അരിത്മെറ്റിക് സീക്വൻസിലെ ഒരു ടേം അല്ല. ഇനി വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് 211 ഇൻ ദിസ് സീക്വൻസ്? ഈ അരിത്മെറ്റിക് സീക്വൻസിൽ 211 എന്നുള്ളത് എത്രാമത്തെ ടേമാണ്? ഓക്കെ, സോ നമുക്ക് ആദ്യം, അതായത് 211 എന്നുള്ളത് എത്രാമത്തെ ടേം ആണെന്നാണ് ചോദിച്ചേക്കുന്നത്, എത്രാമത്തെ പദമാണെന്നാണ് ചോദിച്ചേക്കുന്നത്. സോ നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിൻ്റെ ആൽജിബ്രിക് ഫോം, ജനറൽ ഫോം നമുക്ക് എഴുതാം. എന്താണ് xn? എന്താണ് xn ഈസ് ഈക്വൽ ടു dn പ്ലസ് f മൈനസ് d അല്ലേ? d എന്നാൽ പൊതുവ്യത്യാസം, d എന്നാൽ 4 ആണ്. സോ 4n പ്ലസ് f എന്ന ഫസ്റ്റ് ടേം, 3 മൈനസ് കോമൺ ഡിഫറൻസ് 4. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? xn എന്ന് വെച്ചാൽ 4n മൈനസ് 1 ആണ്. ഓക്കെ, ഇനി നമുക്ക് 211 എന്നുള്ളത് എത്രാമത്തെ ടേം എന്നാണ് കാണേണ്ടത്. സോ നമുക്ക് എന്താക്കാം, SN 211 ഇക്വേറ്റ് ചെയ്യാം. അപ്പം നമുക്ക് എന്നാണല്ലോ എത്രാമത്തെ ടേം എന്നുള്ളത് കിട്ടും. ദാറ്റ് ഈസ് 4n മൈനസ് 1 ഈസ് ഈക്വൽ ടു 211. സോ 4n എന്താവും? -1 അപ്പുറത്തേക്ക് പോകുമ്പോൾ +1 ആവും. 211 + 1, ദാറ്റ് ഈസ് 4n ഈസ് ഈക്വൽ ടു 212. സോ n ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു n എന്നുള്ളത് അപ്പുറത്തേക്ക് പോകുമ്പോൾ 4 പോകുമ്പോൾ എന്താവും? 212 ഡിവൈഡ് ബൈ 4 എന്നാവും. ഇതിന് ആൻസർ എന്താണ്? 53 ആണ് ആൻസർ വരുന്നത്. സോ 211 എന്നുള്ളത് ഈ അരിത്മെറ്റിക് സീക്വൻസിലെ 53ാമത്തെ ടേമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ ബാഗ് കണ്ടെയ്ൻസ് 12 black bird and some white bird. If one bird is taken from the bag without looking, the probability of getting white bird is 3/5. അതായത് ഒരു ബാഗിൽ 12 കറുത്ത മുത്തുകളും കുറച്ച് വെള്ളമുത്തുകളുണ്ട്. വെള്ളമുത്തുകൾ എത്രയെന്ന് പറഞ്ഞിട്ടില്ല, എണ്ണം പറഞ്ഞിട്ടില്ല. പക്ഷേ ഇവിടെ തന്നിട്ടുണ്ട്. നമ്മൾ ആ ബാഗിൽ നിന്ന് ഒരു വെള്ളമുത്ത് എടുക്കുകയാണ്, ഒന്നും നോക്കാതെ റാൻഡമായിട്ട് എടുക്കുകയാണ്. എങ്ങനെയാണെങ്കിൽ അത് കിട്ടാനുള്ള ചാൻസ് പറഞ്ഞാൽ 3/5 ആണ്. ഓക്കെ, സോ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ബ്ലാക്ക് ബെഡ്? കറുത്ത മുത്ത് കിട്ടാനുള്ള ചാൻസ് എന്താണുള്ളത്? അത് നമുക്ക് 2 രീതി ചെയ്യാൻ പറ്റും. ഒന്നാം സിമ്പിളായ രീതി ഇങ്ങനെയാണ്. കറുത്ത മുത്ത് കിട്ടാനുള്ള ചാൻസ് പറഞ്ഞാൽ എന്താണ്? അത് വെള്ളമുത്ത് കിട്ടാതിരിക്കാനുള്ള ചാൻസ് ആണ്. ഓക്കെ, ഇവിടെ വെള്ളമുത്ത് കിട്ടാനുള്ള ചാൻസ് പറഞ്ഞാൽ 3/5 ആണ്. അങ്ങനെയാണെങ്കിൽ വെള്ളമുത്ത് കിട്ടാതിരിക്കാനുള്ള ചാൻസ്, അതായത് കറുത്ത മുത്ത് കിട്ടാനുള്ള ചാൻസ് പറഞ്ഞാൽ ടോട്ടൽ 1 ആണ്. 1 3/5 മൈനസ് ചെയ്താൽ മതി. ഓക്കെ, സോ നമുക്ക് 2/5 ആണ് കറക്റ്റ് ആൻസർ കിട്ടുക. ഇനിയല്ല, വേറെ രീതിയിലാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഇവിടെ ആകെ തന്നേക്കുന്നത് ആ ബാഗിൽ എത്ര 12 ബ്ലാക്ക് n ഓഫ് b, അതായത് ബ്ലാക്ക് മുത്തുകൾ 12 ആണ്. അതുപോലെ പ്രോബബിലിറ്റി ഓഫ് വൈറ്റ് മുത്തുകൾ കിട്ടാനുള്ള ചാൻസ് എന്നാൽ 3/5 ആണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യന് എന്താണ്? ബ്ലാക്ക് മുത്തുകൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണെന്ന് ക്വസ്റ്റ്യൻ. ഓക്കെ, അതായത് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബ്ലാക്ക് മുത്തുകൾ. ഓക്കെ, സോ അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം ഇവിടെ പ്രോബബിലിറ്റി ഓഫ് വൈറ്റ് ബെഡ്സ് കിട്ടാനുള്ള ചാൻസ് 3/5 ആണ് അല്ലേ? അപ്പോൾ നമുക്ക് ടോട്ടൽ എത്ര വൈറ്റ് മുത്തുകൾ ഉണ്ട് എന്ന് അറിയില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ടോട്ടൽ വൈറ്റ് മുത്തുകൾ, നമ്പർ ഓഫ് വൈറ്റ് ബെഡ്സ് നമുക്ക് W എന്ന് എടുക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ് നമുക്കറിയാം? P ഓഫ് W ഈസ് ഈക്വൽ ടു 3/5. അതായത് വൈറ്റ് ബെഡ്സ് കിട്ടാനുള്ള ചാൻസ് 3/5 ആണ് അല്ലേ? എന്താണ് പ്രോബബിലിറ്റിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? പ്രോബബിലിറ്റി പറഞ്ഞാൽ
എത്ര വൈറ്റ് മുത്തുകളുണ്ട് ബൈ ടോട്ടൽ. ഓക്കെ, ടോട്ടൽ എന്ന് പറയുമ്പോൾ ടോട്ടൽ ബെഡ്സ്. അതാണ് 3/5. അപ്പോൾ W ബൈ ടോട്ടൽ ബെഡ്സ് പറഞ്ഞാൽ എന്താണ്? വൈറ്റ് മുത്തുകളുടെ എണ്ണം പ്ലസ് ബ്ലാക്ക് ബെഡ്സിന്റെ എണ്ണം. ബ്ലാക്ക് ബെഡ്സ് ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, 12 എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ W പ്ലസ് 12 ഈസ് ഈക്വൽ ടു 3/5 എന്ന് നമുക്ക് എഴുതാം. സോ ഇത് സോൾവ് ചെയ്തിട്ട് നമുക്ക് W കിട്ടും. W മീൻസ് നമ്പർ ഓഫ് വൈറ്റ് ബെഡ്സ് കിട്ടും. നമുക്ക് നോക്കാം, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. സോ 5W ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു W പ്ലസ് 12. That is 5W is equal to 3 നുള്ളിലേക്ക് പോകുമ്പോൾ 3W plus 3 into 12, that is 36. ഇനി 3W ഈക്വൽ ടു പുറത്തേക്ക് കൊണ്ടുവരിക. സോ 5W minus 3W എന്നാവും. That is 2W is equal to 36. That is W is equal to number of white beds is equal to 36 by 2, that is 80. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് വൈറ്റ് ബെഡ്സ് നമുക്ക് 80 എന്ന് കിട്ടി. സോ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ബെഡ്സ് എന്താണ്? അപ്പോൾ നമ്പർ ഓഫ് വൈറ്റ് ബെഡ്സ് 18 ആണ്. അതുപോലെ നമ്പർ ഓഫ് ബ്ലാക്ക് ബെഡ്സ് എന്താണ്? 18 എന്ന് തന്നിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബ്ലാക്ക് ബെഡ്? എന്താണ് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബ്ലാക്ക് ബെഡ് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് P of B ആണ് കാണേണ്ടത്. ദാറ്റ് ഈസ് നമ്പർ ഓഫ് ബ്ലാക്ക് ബെഡ്സ് ബൈ ടോട്ടൽ. നമ്പർ ഓഫ് ബ്ലാക്ക് ബെഡ്സ് നമുക്കറിയാം 12 ആണ്. ടോട്ടൽ പറഞ്ഞാൽ എന്താണ്? ബ്ലാക്ക് ബെഡ്സും വൈറ്റ് ബെഡ്സും കൂട്ടിയതാണ്. ഓക്കെ, ദാറ്റ് നമുക്ക് 12 ഡിവൈഡ് ബൈ ബ്ലാക്ക് ബെഡ്സിൻ്റെ എണ്ണം 12 ആണ്. വൈറ്റ് ബെഡ്സ് നമ്മൾ കണ്ടെത്തി 18. സോ 12 ഡിവൈഡ് ബൈ 13. 3 കൊണ്ട് 2 നമുക്ക് ഡിവൈഡ് ചെയ്യാം. 12ൽ 3 4 വട്ടം, 30ൽ 10, 4/10. ഒന്നുകൂടി ഇതാക്കിയാൽ 2/5 എന്ന് എഴുതാം. സോ 2/5 ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത്. ഇത് തന്നെയാണല്ലോ നമുക്ക് നേരത്തെയും കിട്ടിയത്, സിമ്പിളായിട്ട് അല്ലേ? 2/5. സോ ഈ രീതി നമുക്കിത് ചെയ്യാം. ദെൻ ഹൗ മെനി ബെഡ്സ് ആർ ഇൻ ദി ബാഗ്? ടോട്ടൽ എത്ര ബെഡ്സ് എന്നാണ് നമ്മൾ നമ്പർ ഓഫ് വൈറ്റ് ബെഡ്സ് നമ്മൾ കണ്ടെത്തിയത് 18 ആണ്. അതുപോലെ നമ്പർ ഓഫ് ബ്ലാക്ക് ബെഡ്സ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 12 ആണ്. സോ ടോട്ടൽ എത്രയാണ്? 13 ബെഡ്സ് ആണ്. Then how many more black beds are to be added to the bag so that the probability of getting a white bed become 12? Okay, so നമുക്ക് ഇവിടെ കിട്ടേണ്ടത് എത്ര ബ്ലാക്ക് ബെഡ്സ് ആഡ് ചെയ്യണം, അതായത് പ്രോബബിലിറ്റി ഓഫ് വൈറ്റ് ബെഡ്, അതായത് വെള്ളമുത്തുകൾ കിട്ടാനുള്ള ചാൻസ്. ഇപ്പോഴത്തെ ചാൻസ് പറഞ്ഞാൽ 3/5 ആണ്. അത് 1/2 ആവാൻ, ആ വൈറ്റ് ബെഡ് കിട്ടാനുള്ള ചാൻസ് 1/2 ആവണമെങ്കിൽ എത്ര ബ്ലാക്ക് ബെഡ്സുകൾ ആഡ് ചെയ്യണം എന്നാണ്. ഓക്കെ, സോ നമുക്കിപ്പം എക്സ് ബ്ലാക്ക് ബെഡ്സ് ആഡ് ചെയ്യുമ്പോഴാണ് ഈ വൈറ്റ് ബെഡ് കിട്ടാനുള്ള ചാൻസ് 1/2 ആവുന്നത് എന്ന് കരുതുക. സോ നമുക്ക് എക്സ് കണ്ടെത്തിയാൽ മതിയല്ലോ. ഓക്കെ, സോ നമുക്ക് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് വൈറ്റ് ബെഡ് എന്താണ്? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് വൈറ്റ് ബെഡ്സ് അത് 1/2 ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര ബ്ലാക്ക് ബെഡ്സ് ആഡ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. എന്താണ് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് വൈറ്റ് ബെഡ്സ് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് വൈറ്റ് ബെഡ് ബൈ ടോട്ടൽ. ഇവിടെ ബ്ലാക്ക് ബെഡ്സ് ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. സോ നമ്പർ ഓഫ് വൈറ്റ് ബെഡിൽ മാറ്റങ്ങളില്ല. അത് എത്രയാണ്? നമ്പർ ഓഫ് വൈറ്റ് ബെഡ് എന്താണ്? 18 തന്നെയാണ്. ഓക്കെ, സോ 18 ഡിവൈഡ് ബൈ ടോട്ടൽ എത്രയായിരുന്നു? നേരത്തെ 30 ആയിരുന്നു അല്ലേ? 30നോട് നമ്മൾ കുറച്ച് ബ്ലാക്ക് ബെഡും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് 30 പ്ലസ് എക്സ് ബ്ലാക്ക് ബെഡും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. സോ ടോട്ടൽ എന്താവും? 30 പ്ലസ് എക്സ് ആവും. ദാറ്റ് ഇസ് 1/2. ഇത് സോൾവ് ചെയ്തിട്ട് നമുക്ക് എക്സ് കണ്ടെത്താം. എങ്ങനെ വരും? ക്രോസ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് 18 ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു 30 പ്ലസ് എക്സ്. 30 പ്ലസ് എക്സ് എന്നാവും. ഓക്കെ, സോ 36 ഈസ് ഈക്വൽ ടു 30 പ്ലസ് എക്സ്. നമുക്കിത് മാറ്റി എഴുതാം. 30 പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു 36 എന്ന് എഴുതാം. ദാറ്റ് ഈസ് എക്സ് ഈസ് ഈക്വൽ ടു 36 മൈനസ് 30, ദാറ്റ് ഈസ് 6. അപ്പം 6 എക്സ്ട്രാ ബ്ലാക്ക് ബെഡും കൂടി ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് വൈറ്റ് ബെഡ് കിട്ടാനുള്ള ചാൻസ് 1/2 ആവുന്നത്.
അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ദ സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് ഓഫ് അരിത്മെറ്റിക് സീക്വൻസ് ഇസ് 110 ആൻഡ് സം ഓഫ് ഫസ്റ്റ് 9 ടേം ഈസ് 270. വാട്ട് ഈസ് ദ third term of the sequence and what is the fifth term of the sequence? Calculate the sum of first 13 terms of the sequence. ഓക്കെ, ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. ഒരു സമാന ശ്രേണി തന്നിട്ടുണ്ട്. ആദ്യത്തെ 5 ടേമുകളുടെ തുക 110 ആണ്. അതുപോലെ ആദ്യത്തെ 9 ടേമുകളുടെ തുക 270 ആണ്. അങ്ങനെയെങ്കിൽ മൂന്നാമത്തെ ടേം എന്താ, അതുപോലെ അഞ്ചാമത്തെ ടേം എന്താ, അതുപോലെ ആദ്യത്തെ 13 ടേംസിൻ്റെ തുക എന്താ? ഓക്കെ, അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാം? ഇവിടെ തന്നത് എന്താണ്? x5 ഫസ്റ്റ് 5 ടേംസിൻ്റെ എന്താണ്? 110 ആണ്. ദാറ്റ് ഈസ് x5 തന്നിട്ടുണ്ട് 110 ആണ്. അതേപോലെ ഫസ്റ്റ് 9 ടേംസിൻ്റെ 270 ആണ്. ദാറ്റ് ഈസ് x9 തന്നിട്ടുണ്ട് 270 ആണ്. x9 തന്നിട്ടുണ്ട് 270 ആണ്. എന്താണ് x5? ആദ്യത്തെ 5 ടേംസിൻ്റെ അതെന്താണ്? നമ്പർ ഓഫ് ടേംസിൻ്റെ മിഡിൽ ടേം. എന്താണ് ആദ്യത്തെ 5 ടേംസിൻ്റെ മിഡിൽ ടേം എന്താണ്? മൂന്നാമത്തെ ടേം ആണ് അല്ലേ മിഡിൽ ടേം ആയിട്ട് വരിക. സോ 5 × x3 ആണ് 110. സോ ഫസ്റ്റ് നമുക്ക് ചോദിച്ചത് എന്താണ് തേർഡ് ടേം എന്നുള്ളതാണ്. സോ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. 5 × x3 ആണ് 110. സോ വാട്ട് ഈസ് x3? x3 എന്താണ്? 110 ഡിവൈഡ് ബൈ 5, ദാറ്റ് ഈസ് 22 ആണ് ആൻസർ വരിക. ഇനി അടുത്ത ക്വസ്റ്റ്യന് വാട്ട് ഈസ് ദി ഫിഫ്ത്ത് ടേം ഓഫ് ദി സീക്വൻസ് എന്നാണ്. അഞ്ചാമത്തെ ടേം എന്താ? അഞ്ചാമത്തെ ടേം കിട്ടണമെങ്കിൽ നമുക്കറിയാം x9 തന്നിട്ടുണ്ട് 270 ആണ്. വാട്ട് ഈസ് x9? ഫസ്റ്റ് 9 ടേമിൻ്റെ എന്താണ്? ദാറ്റ് ഈസ് നമ്പർ ഓഫ് ടേംസിൻ്റെ മിഡിൽ ടേം. ആദ്യത്തെ 9 ടേമിൻ്റെ മിഡിൽ ടേം എന്തായിട്ട് വരും? അഞ്ചാമത്തെ ടേം അല്ലേ. അപ്പം 9 × x5 270 ആണ്. അങ്ങനെയാണെങ്കിൽ x5 എന്തായിരിക്കും? 270/9, ദാറ്റ് ഈസ് 30. സോ ഫിഫ്ത്ത് ടേമും കിട്ടി, അതുപോലെ തേർഡ് ടേമും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ദെൻ കാൽക്കുലേറ്റ് ദി സം ഓഫ് ഫസ്റ്റ് 13 ടേംസ് ഓഫ് ദി സീക്വൻസ്. ആദ്യത്തെ 13 ടേമുകളുടെ എന്താണെന്ന് അടുത്ത ക്വസ്റ്റ്യൻ. 13 ടേമുകളുടെ നമുക്ക് എന്താ പറയുക? നമ്പർ ഓഫ് ടേംസിൻ്റെ മിഡിൽ ടേം എന്താണ്? 13 ടേമിൻ്റെ മിഡിൽ ടേം എന്ന് പറയുമ്പോൾ x7 സെവൻത്ത് ടേമാണ് മിഡിൽ ടേം. സോ നമുക്ക് സെവൻത്ത് ടേം കിട്ടിയാൽ മതി. സോ x3 കിട്ടിയിട്ടുണ്ട്, x5 കിട്ടിയിട്ടുണ്ട്, അതായത് x3 കിട്ടിയിട്ടുണ്ട്, അതുപോലെ x5 കിട്ടിയിട്ടുണ്ട്. ഇതിന് നമുക്ക് x7 കിട്ടും. ഒന്നെങ്കിൽ കോമൺ ഡിഫറൻസ് കണ്ടെത്തിയിട്ട് x5 + 2d എന്ന രീതിയിൽ നമുക്ക് കണ്ടെത്താം. അതല്ലെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ കണ്ടെത്താൻ പറ്റും. x3 x5 തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണോ അത് തന്നെ ആയിരിക്കും x5 x7 തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, സോ ഇതിന് ഇവിടെ എന്താ 8 ഡിഫറൻസ് വരുന്നത്. അങ്ങനെ ഇവിടെയും 8 ഡിഫറൻസ് വരിക. സോ 30 + 8 ദാറ്റ് ഈസ് 38 ആണ് x7 വരിക. സോ നമുക്ക് 13 × 38 ഇതാണ് ആദ്യത്തെ 13 ടേമുകളുടെ സമ്മായിട്ട് വരിക. അത് ചെയ്ത് വരുമ്പോൾ നമുക്ക് 494 എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് 13b നോക്കാം. In arithmetic sequence, the sum of the terms from 4th to 6th term is 75 and sum of the terms from 14th to 18th term sequence is 350. So what is the fifth term of the sequence? അതായത് ഇവിടെ ഫസ്റ്റ് തന്നേക്കുന്നത് 4ാമത്തെ ടേം മുതൽ 6ാമത്തെ ടേം വരെയുള്ള സമ്മ്, ദാറ്റ് ഈസ് x4 + x5 + x6 എന്താണ് തന്നേക്കുന്നത്? 75 എന്നാണ്. അതിനാണെങ്കിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് x5? സോ ഇതെന്താണ് x5? ഇവിടെ 3 തുടർച്ചയായുള്ള ടേംസുകളാണ് സമ്മ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ സമ്മ് എന്തായിരിക്കും? നമ്പർ ഓഫ് ടേംസ്, 3 നമ്പർ ഓഫ് ടേംസ് ഇൻറ്റു മിഡിൽ ടേം. ഇവിടെ എന്താണ് മിഡിൽ ടേം? x5 ആണ്. അപ്പോൾ 3 × x5 ആണ് 75. സോ ഇതിന് നമുക്ക് x5 എന്ത് കിട്ടും? 75 ഡിവൈഡ് ബൈ 3, ദാറ്റ് ഈസ് x5 നമുക്കിവിടെ വരുന്നത് 25 ആണ്. ദെൻ അടുത്തത് തന്നിരിക്കുന്നത് 14 മുതൽ 18 ടേം വരെയുള്ള സമ്മ്, ദാറ്റ് ഈസ് x14 + x15 + x16 + x70. ഓക്കെ, x70 + x80. x70 + x80 അത് എത്രയാണ് തന്നേക്കുന്നത്?
350 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി 16th ടേം? 16th ടേം എന്താ? സോ ഇതും തുടർച്ചയായുള്ള ടേംസുകളുടെ സമ്മാണ്. സോ അരിത്മെറ്റിക് തുടർച്ചയായുള്ള ടേമുകളുടെ സമ്മ് എന്താണ്? നമ്പർ ഓഫ് ടേംസ്. ഇവിടെ നമ്പർ ഓഫ് ടേംസ് എന്താണ്? 1 2 3 4 5 5ആണ്. 5 ഇൻറ്റു മിഡിൽ ടേം. ഇവിടെ ഏതാണ് മിഡിൽ ടേം? x16 ആണ് അല്ലേ? സോ 5 ഇൻറ്റു x16 ഈസ് ഈക്വൽ ടു 350. ഓക്കെ, സോ ഇതിന് നമുക്ക് രണ്ടാമത്തെ ഇത് കിട്ടുമല്ലോ. വാട്ട് ഇസ് ദ 16 ടേം എന്നുള്ളത് നമുക്ക് ഇവിടുന്ന് ഈസി ആയിട്ട് കിട്ടുമല്ലോ. What is x16 here? x16 is equal to 350 divided by 5. That is 70. 70 ആണ് ആൻസർ വരിക. അപ്പോൾ 16ാമത്തെ ടേമും കിട്ടി, അതുപോലെ നമുക്കിവിടെ 5ാമത്തെ ടേമും കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് കാൽക്കുലേറ്റ് ദി സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് ഓഫ് ദി സീക്വൻസ്. കാൽക്കുലേറ്റ് ദി സം ഓഫ് ഫസ്റ്റ് 20 ടേംസ് ഓഫ് ദി സീക്വൻസ് എന്നാണ്. നമുക്ക് ചെയ്യാലോ. എന്താണ് ആദ്യത്തെ 20 ടേമുകളുടെ സം എങ്ങനെ കാണാം? നമുക്ക് x20 എന്നുള്ളത് എങ്ങനെ കാണാം? n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. ഓക്കെ, ഇവിടെ n എന്താണ്? 20 ആണ് അല്ലേ? സോ 20/2 ഇൻറ്റു ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും സം ചെയ്യണം. നമുക്കിവിടെ x5ഉം x16ഉം കിട്ടിയിട്ടുണ്ട്. x5ഉം x16ഉം കിട്ടിയിട്ടുണ്ട്. നമുക്ക് നോക്കൂ, x1ഉം x20ഉം കൂട്ടിയാൽ അവിടെ അതിൽ പൊസിഷൻ വാല്യൂ നമ്മൾ കൂട്ടുമ്പോൾ 1ഉം 20ഉം കൂട്ടിയാൽ നമുക്ക് 21 ആണ് കിട്ടുന്നത് അല്ലേ? അതുപോലെ x5ഉം x16 നമ്മൾ ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൻ്റെ പൊസിഷൻ വാല്യൂ കൂട്ടിയാൽ 5ഉം 16ഉം കൂട്ടിയാൽ, സ്ഥാനവില കൂട്ടിയാൽ 5ഉം 16ഉം കൂട്ടിയാൽ നമുക്ക് അവിടെയും 21 ആണ്. സോ നമുക്ക് എന്താണ്? ഇത് സെയിം ആണ് അല്ലേ? x1 പ്ലസ് x20 എന്ന് പറയുന്നതും അല്ലെങ്കിൽ x5 പ്ലസ് x16 എന്ന് പറയുന്നത് സെയിം ആണ്. കാരണം എന്താണ്? അവയുടെ പൊസിഷൻ വാല്യൂസിൻ്റെ സമ്മ് ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ ടേംസിൻ്റെ വാല്യൂ, അതിൻ്റെ പദങ്ങളുടെ വാല്യൂസിൻ്റെ സമ്മം ഈക്വൽ ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് ഇതിനെങ്ങനെ എഴുതാലോ? x5 പ്ലസ് x16 എന്ന് എഴുതാലോ. നമുക്ക് ഇവിടെ എങ്ങനെ എഴുതാം? 20/2 എന്നാൽ 10 ആണ്. 10 ഇൻറ്റു x5 25 ആണ് പ്ലസ് 70 ആണ്. ദാറ്റ് ഈസ് 10 ഇൻറ്റു 95 ആണ്. ദാറ്റ് ഈസ് 950 ഇസ് ദി കറക്റ്റ് ആൻസർ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. എ ബോക്സ് കണ്ടെയ്നിങ് 5 സ്ലിപ്പ് നമ്പർ 1 2 3 4 5 ആൻഡ് അനദർ ബോക്സ് കണ്ടെയ്നിങ് 3 സ്ലിപ്പ് നമ്പർ 2 3 5. One slip is drawn from each box. ഇത് മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ്, സാധ്യതകളുടെ ഗണിതം, അത് ആ പാഠത്തിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ആണ്. സോ ഒരു ബോക്സ് ഉണ്ട്. ഒരു ബോക്സിൽ 1 2 3 4 5 എന്നുള്ള അങ്ങനെ നമ്പർ എഴുതിയ സ്ലിപ്പുകളുണ്ട്. അതുപോലെ വേറൊരു ബോക്സിൽ 2 3 5 എന്നുള്ള എഴുതിയേക്കുന്ന സ്ലിപ്പുകളുണ്ട്. നമ്മൾ ഓരോ ബോക്സിൽ നിന്നും ഓരോ സ്ലിപ്പുകൾ റാൻഡം ആയിട്ട് എടുക്കുകയാണ്. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ ഹൗ മെനി ഡിഫറെൻറ്റ് വേസ് ക്യാൻ വി ടേക്ക് ദ സ്ലിപ്പ്? നമുക്ക് എത്ര വ്യത്യസ്ത രീതികളിൽ നമുക്ക് സ്ലിപ്പുകൾ എടുക്കാം? ഇപ്പോൾ നമുക്കിവിടെ ഒരു ബോക്സിൽ എന്താണ് 1 2 3 4 5 ഇങ്ങനത്തെ സ്ലിപ്പുകളാണുള്ളത്. രണ്ടാമത്തെ ബോക്സിൽ എങ്ങനെയാണ്? 2 3 5. ഓക്കെ, സോ നമുക്ക് ടോട്ടൽ എത്ര രീതികളിൽ സ്ലിപ്പുകൾ എടുക്കാം? അതിവിടെ 5 ഇൻറ്റു 3 ആണ്. ദാറ്റ് ഈസ് 5 ഇൻറ്റു 3 15 രീതിയിൽ നമുക്ക് എടുക്കാം അല്ലേ? 1 2 1 3 1 5, അതേപോലെ 2 2 2 3 2 5 3 2 3 3 3 5 4 2 4 3 4 5 5 2 5 3 5 5 അങ്ങനെ ടോട്ടൽ 15 രീതിയിൽ നമുക്ക് സ്ലിപ്പുകൾ എടുക്കാം. And what is the probability of the sum of the numbers being prime? അതായത് നമ്മൾ എടുക്കുന്ന രണ്ട് ബോക്സിൽ നിന്ന് എടുക്കുന്ന നമ്പേഴ്സ് ഉണ്ടല്ലോ, അത് രണ്ടും കൂട്ടിയാൽ അതിൻ്റെ പ്രൈം നമ്പർ ആവാൻ, അതായത് അഭാജ്യ സംഖ്യ ആവാനുള്ള ചാൻസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ടോട്ടൽ നമുക്ക് 15 രീതിയിൽ എടുക്കാം. അഭാജ്യ സംഖ്യ പ്രൈം നമ്പർ പറയുമ്പം ഏതൊക്കെ വരും? അപ്പോൾ മാക്സിമം 5ഉം 5ഉം അല്ലേ? കൂട്ടിയാൽ 10 വരും. അപ്പോൾ 10 വരെയുള്ളതിൻ്റെ പ്രൈം നമ്പേഴ്സ് നമുക്കൊന്ന് എഴുതാം. ഫസ്റ്റ് എന്താ 2 വരും,
അല്ലെങ്കിൽ 3 പ്രൈം നമ്പറാണ്, 5 പ്രൈം നമ്പറാണ്, പിന്നെ 7 പ്രൈം നമ്പറാണ് അല്ലേ. സോ ഇത്രയാണ് പ്രൈം നമ്പേഴ്സ് ഉള്ളത് 10ന് താഴെയുള്ളത്. സോ ഇങ്ങനെ സമ്മ് കൂട്ടിയാൽ ഈ വാല്യൂസ് വരുന്ന ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് 1ഉം 2 1ഉം 2 ആണെങ്കിൽ അവിടെ 3 ആണ് സമ്മ് വരും അല്ലേ. 1 2 കൂട്ടിയാൽ സമ്മ് 3 ആണ്. സോ ഇവിടെ ഒരു ഇതുണ്ട്. അപ്പോൾ 1 അതുപോലെ 2. സോ ഇങ്ങനെയാണെങ്കിൽ അത് പ്രൈം നമ്പർ ആണ് വരുന്നത്. 1 3ഉം പ്രൈം നമ്പർ അല്ല, 1 5ഉം പ്രൈം നമ്പർ അല്ല, 2 പ്രൈം നമ്പർ അല്ല, 4 ആണ് കിട്ടുന്നത്. 2ഉം 3ഉം 5 കിട്ടും. സോ ഇതും ഒരു ചാൻസ് ആണ് 2 3. അതുപോലെ 2 7 അതും ഒരു ഇങ്ങനെ ആണെങ്കിൽ പ്രൈം നമ്പർ കിട്ടാനുള്ള ഒരു ചാൻസ് ആണ്. അതുപോലെ 3ഉം 2 ആണെങ്കിൽ അതും പ്രൈം നമ്പർ വരുന്നുണ്ട്. പിന്നെ വരുന്നത് 3 3 ആണ് 6 ആണ്, 3 5 8 ആണ്, പ്രശ്നമല്ല. ഇനിയിപ്പോൾ 4 2 6 ആണ്, 4 3 ആണ് 7. സോ ഇവിടെ ഒരു പ്രൈം നമ്പർ വരുന്നുണ്ട്. ഇനി 4 5 ആകുമ്പോൾ 9 ആണ്, പ്രൈം അല്ല. ഇനി 5 2 7 വരുന്നുണ്ട് അല്ലേ. സോ ഇത് പ്രൈം നമ്പർ ആണ്. 5 3 8 ആണ്, 5 5 10 ആണ്. സോ ഇത്ര ടോട്ടൽ 1 2 3 4 5 6 6 രീതിയിൽ എടുത്താലാണ് പ്രൈം നമ്പേഴ്സ് കിട്ടുക. ടോട്ടൽ 15 രീതിയാണ്. സോ പ്രൈം നമ്പർ കിട്ടാനുള്ള ചാൻസ് എത്രയാണ്? ടോട്ടൽ 15 രീതിയാണ്. സോ പ്രൈം നമ്പർ കിട്ടാനുള്ള ചാൻസ് എന്താണ്? പ്രൈം നമ്പർ കിട്ടാനുള്ള ചാൻസ് പറഞ്ഞാൽ നമുക്ക് 6 രീതിയിൽ എടുത്താൽ പ്രൈം നമ്പർ കിട്ടും അല്ലേ. ടോട്ടൽ 15 ആണ്. സോ 6/15 ദാറ്റ് ഈസ് 2/5 ആണ് ആൻസർ വരിക. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് പ്രൊഡക്റ്റ് ഓഫ് ദി നമ്പർ ബീങ് മൾട്ടിപ്പിൾ ഓഫ് 5. അതായത് നമ്മൾ 2 ബാഗിൽ നിന്നും എടുക്കുന്ന 2 ബോക്സിൽ നിന്നും എടുക്കുന്ന നമ്പേഴ്സ് തമ്മിൽ ഗുണിച്ചാൽ 5ന്റെ മൾട്ടിപ്പിൾ ആവാനുള്ള ചാൻസ് അതേതൊക്കെ നമുക്ക് നോക്കാം. എവിടേക്കാണ് 5ന്റെ മൾട്ടിപ്പിൾ വരിക? 5ന്റെ മൾട്ടിപ്പിൾ വരുന്നത് ഒന്നെങ്കിൽ 1ഉം എന്തായിരിക്കണം, 1ഉം 5 എടുക്കുമ്പോൾ അത് 5ന്റെ മൾട്ടിപ്പിൾ ആണ്. കാരണം 1ഉം 5 എന്താണ് 10 ആണ്. പിന്നെ 2ന്റെ കേസിൽ 2 2 2 3 അതൊന്നും 5ന്റെ മൾട്ടിപ്പിൾ അല്ല. 2 5 5ന്റെ മൾട്ടിപ്പിൾ ആണ്. 2 5 10 ആണ് അല്ലേ. അപ്പോൾ 3ന്റെ കേസിൽ വരുമ്പോൾ സെയിം 3 5 5ന്റെ മൾട്ടിപ്പിൾ ആണ്. അതുപോലെ 4ന്റെ കേസ് ആണെങ്കിൽ 4 × 5 അതും 5ന്റെ മൾട്ടിപ്പിൾ ആണ്. പിന്നെ 5ന്റെ കേസ് ആണെങ്കിൽ 5 × 2 5ന്റെ മൾട്ടിപ്പിൾ ആണ്. അതുപോലെ 5 × 3 ആകുമ്പോഴും 5ന്റെ മൾട്ടിപ്പിൾ ആണ്. അതുപോലെ 5 × 5 ആകുമ്പോഴും 5ന്റെ മൾട്ടിപ്പിൾ ആണ്. ടോട്ടൽ നമുക്ക് 15 രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റും. അതിൽ 5ന്റെ മൾട്ടിപ്പിൾ ആയി വരുന്ന ഏതൊക്കെ രീതിയാണ്? 1 2 3 4 5 6 7 രീതിയിൽ എടുത്താൽ 5ന്റെ മൾട്ടിപ്പിൾ ആവും. സോ പ്രോബിലിറ്റി ഓഫ് ബീങ് മൾട്ടിപ്പിൾ ഓഫ് 5 പറഞ്ഞാൽ എന്താണ്? 7/15 അതാണ് ആൻസർ. 7/15. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 14b. There is 25 boys and 20 girls in class 10A and 30 boys and 20 girls in class 10B. One student is to be chosen from each class. How many different possible pairs are there? അതായത് 10Aയിൽ 25 ബോയ്സും അതേപോലെ 20 ഗേൾസും ആണുള്ളത്. ഓക്കെ. അതുപോലെ 10Bയിൽ 30 ബോയ്സും അതുപോലെ 20 ഗേൾസും ആണുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് ഓരോ ക്ലാസ്സിൽ നിന്നും ഓരോ സ്റ്റുഡൻസിനെ നമ്മൾ പിക്ക് ചെയ്യുകയാണ്. 10A എന്നൊരു സ്റ്റുഡൻറ്റിനെ അതുപോലെ 10B എന്ന ഒരു സ്റ്റുഡൻറ്റിനെ എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര ഡിഫറെൻറ്റ് വേസിൽ എത്ര പേഴ്സ് നമുക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ. സോ ടോട്ടൽ എത്ര ഇതുണ്ടാക്കുക? സോ 10Aയിൽ ടോട്ടൽ വരുന്നത് എത്ര സ്റ്റുഡൻസ് ആണ്? 45 ആണ്. 10Bയിൽ ടോട്ടൽ വരുന്നത് 50 ആണ്. സോ ടോട്ടൽ എത്ര പേഴ്സിന് നമുക്ക് ഉണ്ടാക്കാം? 45 × 50. സോ ആൻസർ വരുന്നത് 2250. അതായത് 2250 രീതിയിൽ നമുക്ക് 2 സ്റ്റുഡൻസിനെ നമുക്ക് പിക്ക് ചെയ്യാം. വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ഗേൾസ്? അതായത് ഇതിൽ നമ്മൾ പിക്ക് ചെയ്യുന്നതിൽ 2 ക്ലാസ്സിൽ നമുക്ക് എടുക്കുന്നത് ഗേൾസ് ആവാനുള്ള ചാൻസ് എന്താണെന്നുള്ളത്. അപ്പം ടോട്ടൽ 2250 വേസിൽ രീതിയിൽ നമുക്ക് പിക്ക് ചെയ്യാം. അപ്പം അതിൽ 2 ഗേൾസ് ആവാനുള്ള ചാൻസ് എന്താണ്? സോ 2 ഗേൾസ് ആവണമെങ്കിൽ 10Aന്ന് നമുക്ക് 20 ഗേൾസ് എന്ന് ഒരാൾ എടുക്കണം.
അതുപോലെ 10Bന്ന് നമുക്ക് 20 ഗേൾസ് എന്ന് ഒരാൾ എടുക്കണം. സോ അത് നമുക്ക് എത്ര ഡിഫറെൻറ്റ് രീതിയിൽ നമുക്ക് ചെയ്യാം? 20 × 20 ദാറ്റ് ഈസ് 400. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ഗേൾസ്, അതായത് രണ്ടും ഗേൾസ് ആവാനുള്ള ചാൻസ് എന്താണ്? പ്രോബിലിറ്റി എന്താണ്? 400/2250. അതാണ് ആൻസർ വരിക. ഓക്കെ, അല്ലെങ്കിൽ ഒത്തിരി ഷോർട്ടായിട്ട് നമുക്ക് ഇത് തന്നെ 400 പറഞ്ഞാൽ 20 × 20 ആണ്, ബൈ 2250 ആണ്, 45 × 50 ആണ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ, 5 നമുക്ക് കട്ട് ചെയ്യാം, 5 0 കട്ട് ചെയ്യാം, 5 20 ഇവിടെ 4 വട്ടം, 5 1 വട്ടം. സോ 4 × 2 ആണ് 8 ആണ്, 8/45 ഇതാണ് ആൻസർ വരിക. സോ രണ്ടാമത്തെ ആൻസർ വരുന്നത് 8/45 ആണ്. ഇനി നെക്സ്റ്റ്, വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് 1 ബീയിങ് എ ബോയ് ആൻഡ് 1 ബീയിങ് എ ഗേൾ? അതായത് ഒരു സ്റ്റുഡൻറ്റ് ബോയും ഒരു സ്റ്റുഡൻറ്റ് ഗേളും അത് ആവാനുള്ള ചാൻസ് എന്താണെന്നുള്ളതാണ്. ഇപ്പോൾ 10A പിക്ക് ചെയ്യുന്നതിൽ, അതേപോലെ 10Bയിൽ പിക്ക് ചെയ്യുന്നതിൽ ഏതെങ്കിലും ഒന്നിൽ ഒരു ബോയ് ആയിരിക്കണം, മറ്റേൽ ഗേൾ ആയിരിക്കണം. സോ അത് ആവാനുള്ള ചാൻസ്. സോ ഇത് നമുക്ക് ഏതൊക്കെ രീതിയിൽ ചെയ്യാൻ പറ്റും? ടോട്ടൽ നമുക്കറിയാം, ടോട്ടൽ വേസ് 45 × 50 ആണ്, അതായത് 2250 ആണ്. സോ ഇതിൽ ഒന്ന് ബോയും ഒന്ന് ഗേൾ ആവാനുള്ള ചാൻസ് നമുക്ക് നോക്കാം. ഒന്ന് ബോയും ഒന്ന് ഗേൾ ആവാനുള്ള ചാൻസ് ടോട്ടൽ എത്ര രീതികളുണ്ട് നോക്കാം. ഒന്ന് ബോയ്, നമ്മൾ 10A എടുക്കുന്നത് ബോയും അതുപോലെ 10Bന്ന് എടുക്കുന്നത് ഗേളും, അങ്ങനെ ആവാനുള്ള ചാൻസ് നോക്കാം. അപ്പോൾ ഒന്ന് ബോയും ഒന്ന് ഗേളും ആണെങ്കിൽ ഒന്നുകിൽ 10A എടുക്കുന്ന ബോയും അതുപോലെ 10Bന്ന് എടുക്കുന്നത് ഗേളാണ്, അല്ലെങ്കിൽ 10A എടുക്കുന്നത് ഗേളും അതുപോലെ 10Bന്ന് എടുക്കുന്നത് ബോയ് ആവണം. സോ ഇത് ടോട്ടൽ എത്ര വേസ് ഉണ്ടെന്ന് നോക്കാം. സോ ഫസ്റ്റ് 10A ഒരു ബോയും അതുപോലെ 10Bയിൽ എടുക്കുന്നത് ഒരു ഗേളും, ഇതിനുള്ള എത്ര ചാൻസ് ഉണ്ടെന്ന് നോക്കാം. ഇപ്പം 10A ഒരു ബോയ് എന്ന് പറയുമ്പോൾ നമുക്ക് 25 രീതിയാണ് അല്ലേ, 25 രീതി ചെയ്യാൻ പറ്റും. 10Bന്ന് ഒരു ഗേൾ എന്ന് പറയുമ്പോൾ അത് എത്ര? 20. സോ 25 × 20 ആണ് 20 എന്ന രീതിയിൽ 25 × 20 ഇത്ര വേസിൽ നമുക്ക് ഇതിങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റും. ഇനി അതല്ലെങ്കിൽ ഒരു ബോയും ഒരു ഗേളും നമുക്ക് എങ്ങനെ സെലക്ട് ചെയ്യാം? 10Aയിൽ നിന്ന് ഒരു ഗേളും അതേപോലെ 10Bയിൽ നിന്ന് ഒരു ബോയിനും സെലക്ട് ചെയ്യാം. സോ ഇങ്ങനെ ചെയ്താലും നമുക്ക് എന്താ, ഒരു ബോയും ഒരു ഗേളും എന്ന രീതിയിൽ കിട്ടും. 10Aയിൽ ഒരു ഗേൾ എന്ന് പറയുമ്പം അത് എത്ര രീതിയിൽ സെലക്ട് ചെയ്യാൻ പറ്റും? 20 രീതിയിൽ. 10Bയിൽ നിന്ന് ഒരു ബോയ് എന്ന് പറയുമ്പോൾ അത് 30 രീതി അല്ലേ. സോ ടോട്ടൽ നമുക്ക് 20 × 30 ഇത്ര രീതിയിൽ നമുക്ക് ഇങ്ങനെ ഇത് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ 25 × 20 എന്ന് പറയുമ്പോൾ 500, അതുപോലെ 20 × 30 എന്ന് പറയുമ്പോൾ 600. സോ ടോട്ടൽ ഒരു ബോയും ഒരു ഗേളും നമുക്ക് ടോട്ടൽ എത്ര രീതിയിൽ സെലക്ട് ചെയ്യാൻ പറ്റും? 500 + 600 ദാറ്റ് ഈസ് 1100. ഓക്കെ, സോ നമുക്ക് ഇതിൻ്റെ പ്രോബിലിറ്റി കാണാമല്ലോ. പ്രോബിലിറ്റി ഓഫ് സെലക്ടിങ് 1 ബോയ് ആൻഡ് 1 ഗേൾ എന്താണ്? ഇത് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതണം കേട്ടോ. 1100 ഡിവൈഡ് ബൈ 2250. ഓക്കെ, സോ ഇതിൽ നമുക്കിനി 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 4 5. ഓക്കെ, സോ ആൻസർ വരുന്നത് 22/45 ആണ്. സോ 22/45 എന്ന രീതിയിൽ നമുക്ക് ഒരു ബോയിനും ഒരു ഗേളിനും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇനി വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1 ബീയിങ് എ ബോയ്? ഓക്കെ, അതായത് സെലക്ട് ചെയ്യുന്നതിൽ അറ്റ്ലീസ്റ്റ് ഒരു ബോയ് ഉണ്ടാകണം, ഏറ്റവും കുറഞ്ഞത് ഒരു ബോയ് ഉണ്ടാകണം. ഏറ്റവും കുറഞ്ഞത് ഒരു ബോയ് ഉണ്ടാവണം. ഏറ്റവും കുറഞ്ഞത് ഒരു ബോയ് പറഞ്ഞാൽ എന്താണ്? ഒന്നെങ്കിൽ ഒരു ബോയ് ആവാം, അല്ലെങ്കിൽ സെലക്ട് ചെയ്യുന്ന രണ്ടും ബോയ്സ് ആവാം. ഓക്കെ, സോ ഏറ്റവും കുറഞ്ഞത് ഒരു ബോയ് ആവണം.
ഒന്നെങ്കിൽ 10A എടുക്കുന്നത് എന്താണ് ബോയ് ആവണം, അല്ലെങ്കിൽ 10B എടുക്കുന്നത് ബോയ് ആവണം, അല്ലെങ്കിൽ 10A 10B രണ്ടും എടുക്കുന്നത് എന്താണ് ബോയ് ആവണം. ഓക്കെ, ഏറ്റവും കുറഞ്ഞത് ഒരു ബോയ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഒരു ക്ലാസ്സിൽ നിന്ന് എടുക്കുന്ന ഒരു ബോയ് ആവാം, അല്ലെങ്കിൽ 2 ക്ലാസ് എടുക്കുന്നത് ബോയ്സ് ആവാം. ഓക്കെ, സോ ടോട്ടൽ നമുക്കറിയാം 2250 രീതിയിലാണ് ടോട്ടൽ നമുക്കിങ്ങനെ ഇത് പിക്ക് ചെയ്യാൻ പറ്റുക. സോ അതിൽ അറ്റ്ലീസ്റ്റ് ഒരു ബോയ് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര രീതിയിൽ അത് പിക്ക് ചെയ്യാമെന്ന് ആദ്യം കണ്ടെത്തണം. ഓക്കെ, അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ബോയ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ ഒരു ബോയ് എന്ന് പറഞ്ഞാൽ നമുക്ക് സെലക്ട് ചെയ്യുന്ന 2 ഗേൾസ് ആവുന്ന ഒരു ചാൻസ് ഉണ്ട്, ഒരു വേസ് ഉണ്ടല്ലോ. അതല്ലാത്തതെല്ലാം, അതായത് നമ്മളിവിടെ അറ്റ്ലീസ്റ്റ് 1 ബോയ്, അതായത് സെലക്ട് ചെയ്യുന്നതിൽ ഏറ്റവും കുറഞ്ഞത് ഒരു ബോയ് ഉണ്ടാവണം എന്നത് എത്ര വേസ് കണ്ടെത്തണമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ കണ്ടെത്താം? അറ്റ്ലീസ്റ്റ് അതിലൊരു ബോയ് ഉണ്ടാവണം. മീൻസ് എന്താ, നമുക്ക് ആ 2 സെലക്ട് ചെയ്യുന്ന 2ലും ഗേളല്ലേ, ഗേളാവരുത്, 2ലും കൂടി ഗേളാവരുത്. അതല്ലാത്ത ഏതൊരു ഇത് എടുക്കുകയാണെങ്കിലും അതിലൊരു ബോയ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ടോട്ടൽ 2250 അതിൽ 2ലും ഗേളാവുന്ന ചാൻസ് നോക്കിയിട്ട് ആ 2250 ആ 2ലും ഗേളാവുന്ന ആ വേസ് ഉണ്ടല്ലോ അത് മൈനസ് ചെയ്താൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു ബോയ് ഉണ്ടാവുന്ന ടോട്ടൽ എത്ര വേസ് ഉണ്ടെന്ന് കിട്ടും, എത്ര വഴികൾ ഉണ്ടെന്ന് കിട്ടും. ഓക്കെ, സോ നമുക്കത് നോക്കാം. ആദ്യം 2 ഗേൾസ് ആവാനുള്ള ചാൻസ് എന്താണ്? 20 × 20 ആണ് അല്ലേ. 2 ഗേൾസ് ആണെങ്കിൽ 10A ഒരു ഗേള്, 10B ഒരു ഗേള്, ദാറ്റ് ഈസ് 20 × 20, ദാറ്റ് ഈസ് 400 ആണ് 2 ഗേൾസ് ആവാനുള്ള ചാൻസ്. ഓക്കെ, അപ്പം നമുക്ക് അറ്റ്ലീസ്റ്റ് 1 ബോയ്. അപ്പോൾ ഈ 400 അല്ലാത്ത ബാക്കിയുള്ള എല്ലാതും 2250 400 മൈനസ് ചെയ്താൽ അത്രയും വേസില്ല, അതിലെന്താവും അറ്റ്ലീസ്റ്റ് ഒരു ബോയ് ഉണ്ടാവും. സോ അറ്റ്ലീസ്റ്റ് ഒരു ബോയ്ക്ക് ടോട്ടൽ വേസ് എത്രയാണ്? 2250 - 400 ആണ്. അതായത് 1850. ഈ 1850 വേസിൽ എന്തുണ്ടാവും? അതിൽ അറ്റ്ലീസ്റ്റ് ഒരു ബോയ് ഉണ്ടാവും, ഒന്നെങ്കിൽ ഒരു ബോയ് അല്ലെങ്കിൽ 2 ബോയ്സ് ആയിരിക്കും. ഓക്കെ, അപ്പം നമുക്കിത് പ്രോബിലിറ്റി ഈസി ആയിട്ട് കാണുമല്ലോ. പ്രോബിലിറ്റി എന്താണ്? പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 1 ബോയ് എന്താണ്? നമുക്ക് പോസിബിൾ വേസ് എന്താണ്? 1850 ആണ്, ഡിവൈഡ് ബൈ ടോട്ടൽ വേസ്. 1850 ബൈ 2250, ഇതാണ് ആൻസർ വരിക. ചെയ്തു വരുമ്പോൾ 4, 5. ഓക്കെ, 37/45 ആണ് ആൻസർ വരിക. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സെക്ഷൻ ബിയിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സം ഓഫ് ഫസ്റ്റ് ആൻഡ് 21st ടേംസ് ഓഫ് അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 180. വാട്ട് ഈസ് ദി 11th ടേം ഓഫ് ദി സീക്വൻസ്? നമുക്ക് നോക്കാം. അതായത് ഇവിടെ തന്നിട്ടുണ്ട് ഫസ്റ്റ് ടൈം x1 അതേപോലെ x21 ആഡ് ചെയ്താൽ നമുക്ക് 180 കിട്ടുന്നത്. ഒന്നാമത്തെ ടൈമും 21ാമത്തെ ടൈമും ആഡ് ചെയ്താൽ 180 കിട്ടുന്നത്. വാട്ട് ഈസ് ദി 11th ടേം ഓഫ് ദി സീക്വൻസ്? 11th ടേം എന്താണ്? നമുക്ക് 11th ടേം എന്താണ്? ഓക്കെ, S11 എന്ന് പറയുന്നത് x1ൻ്റെയും x21ൻ്റെയും കറക്റ്റ് മിഡിൽ ടേം ആണ് അല്ലേ, കറക്റ്റ് മിഡിൽ ടേം ആണ്. സോ നമുക്ക് x11 നമുക്ക് എങ്ങനെ കിട്ടും? ഈ ടേംസ് ആഡ് ചെയ്തിട്ട് 2 ഡിവൈഡ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് 180/2, ദാറ്റ് ഈസ് 90 ആണ് ഇതിന് ആൻസർ വരിക. ഓക്കെ, അപ്പോൾ S11 നമുക്ക് കിട്ടി, 90 ആണ് ആൻസർ വരുന്നത്. ദ 4th ടേം ഓഫ് ദി സീക്വൻസ് ഈസ് 34. വാട്ട് ഈസ് ദി 18th ടേം? അതായത് 4th ടേം തന്നിട്ടുണ്ട്, 14ാമത്തെ ടേം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. 4th ടേം തന്നിട്ടുണ്ട്, S4 തന്നിട്ടുണ്ട് 34. അങ്ങനെയാണെങ്കിൽ 18ാമത്തെ ടേം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇവിടെ നമുക്ക് ഫസ്റ്റ് എന്തായിരുന്നു തന്നത്? x1 + x21 അല്ലേ. x1 + x21 എന്തായിരുന്നു തന്നത്? 180 ആണ്. ഓക്കെ, നമുക്കറിയാം x1 x21 അവിടെ പൊസിഷൻസിൻ്റെ വാല്യൂ, അതായത് സ്ഥാനവിലയുടെ സംബന്ധമാണ് 22 ആണ്. 1 + 21 ദാറ്റ് ഈസ് 22 ആണ്. സെയിം തന്നെയല്ലേ S4 S18 കൂട്ടിയാൽ കിട്ടുക, 4 8 കൂട്ടിയാൽ 22 ആണ്. സോ ഒരു അരിത്മെറ്റിക് സീക്വൻസിലെ 2 ടേമുകൾ അതിൻ്റെ പൊസിഷൻസിൻ്റെ വാല്യൂ സം ചെയ്താൽ ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ ടേംസിൻ്റെ വാല്യൂ ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് നമുക്ക് എങ്ങനെ ചെയ്താൽ x4 + x18 അതെന്തിന് ഈക്വൽ ആയിരിക്കും? ദാറ്റ് ഈസ് x1 + x21 ഈക്വൽ ആയിരിക്കും.
കാരണം എന്താ 4ഉം പ്ലസ് 18 കൂട്ടിയാൽ 22 കിട്ടും, അതുപോലെ 1ഉം 21ഉം കൂട്ടിയാൽ 22 കിട്ടും. ഓക്കെ, സോ ഇവിടെ x4 തന്നിട്ടുണ്ട്, 34 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ 34 പ്ലസ് നമുക്ക് കാണേണ്ട x18 ആണ് ഈസിക്കൽ ടു x1 പ്ലസ് x21 ഓൾറെഡി തന്നിട്ടുണ്ട് 180 ആണ്. ഓക്കെ, സോ ഇതിന് നമുക്ക് x18 ഈസി ആയിട്ട് കിട്ടുമല്ലോ. x18 ഈസ് ഈക്വൽ ടു 180, 34നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ 180 മൈനസ് 34 എന്നാവും. ദാറ്റ് ഈസ് 146. 146 ആണ് ആൻസർ വരുന്നത്. പിന്നെ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് കാൽക്കുലേറ്റ് ദി സം ഓഫ് ഫസ്റ്റ് 28 ടേംസ് ഓഫ് ദി സീക്വൻസ്. ആദ്യത്തെ 28 ടേമുകളുടെ സം എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. അതായത് x18 അതായത് x28 എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. x28 നമുക്ക് എങ്ങനെ ഇതാ, ദാറ്റ് ഈസ് നമുക്കറിയാം നമ്പർ ഓഫ് ടേംസ് ഡിവൈഡ് ബൈ 2. ഇത് ഫസ്റ്റ് ടേം x1 പ്ലസ് x28. ഓക്കെ, സോ ഇവിടെ നമുക്ക് x1 അറിയത്തില്ല, x28ഉം അറിയത്തില്ല അല്ലേ. സോ പക്ഷേ നമുക്ക് ഇവിടെ x18 കിട്ടിയിട്ടുണ്ട്, അതുപോലെ x4 കിട്ടിയിട്ടുണ്ട്. സോ അതിൽ നിന്ന് നമുക്ക് അതുപോലെ x11 എല്ലാം കിട്ടിയിട്ടുണ്ട്. സോ കുറേ ടേമുകൾ കിട്ടിയിട്ടുണ്ട്. ഏതെങ്കിലും 2 ടേം കിട്ടിയാൽ തന്നെ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടും, ബാക്കി ടേംസുകളൊക്കെ നമുക്ക് കണ്ടെത്താം. ഓക്കെ, അപ്പോൾ നമുക്ക് x1ഉം x28ഉം കിട്ടും, നമുക്ക് ഈസി ആയിട്ട് ഇതിൽ കൊടുക്കാവുന്നതാണ്. പക്ഷേ നമുക്കിത് ഇത്തിരി കൂടി സിമ്പിളാക്കി ചെയ്യാൻ പറ്റും. നമുക്കറിയാം ഇവിടെ x1 പ്ലസ് x28 ആഡ് ചെയ്താൽ എന്താ സംഭവിക്കുന്നത്, അതിൻ്റെ പൊസിഷൻ വാല്യൂ നോക്കുക. 1ഉം 28ഉം ആഡ് ചെയ്താൽ 29 കിട്ടും. സോ നമുക്ക് ഇവിടെ 29 കിട്ടുന്ന എന്തെങ്കിലും കോമ്പിനേഷൻ ഉണ്ടോ എന്ന് നോക്കാം. നമുക്ക് ഓൾറെഡി x4 കിട്ടിയിട്ടുണ്ട്, x18 കിട്ടിയിട്ടുണ്ട്. x18 എത്ര നമുക്ക് കിട്ടിയത്, ദാറ്റ് ഈസ് 146 എന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ. അതുപോലെ x11 നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ചെയ്തിട്ടുണ്ട്, ദാറ്റ് ഈസ് 19 ആണ്. അപ്പോൾ ഇവിടെ x1ഉം x28ഉം ആഡ് ചെയ്താൽ, ദാറ്റ് ഈസ് പൊസിഷൻസ് ആഡ് ചെയ്താൽ 1 പ്ലസ് 28 ദാറ്റ് ഈസ് 29 ആണ്. സോ പൊസിഷൻ വാല്യൂ ഏതെങ്കിലും 2 ടേമുകളുടെ പൊസിഷൻ വാല്യൂ എഴുതാൻ നമുക്ക് 29 കിട്ടുന്നുണ്ടോ നോക്കാം. അങ്ങനെ എനിക്ക് രണ്ടും ഇക്വേറ്റ് ചെയ്യല്ലോ. ഇവിടെ 18 ഉണ്ട്, അതുപോലെ 11 ഉണ്ട്. ഇതിൻ്റെ പൊസിഷൻ വാല്യൂസ് ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 29 കിട്ടും. അപ്പോൾ ഇതാ നമുക്ക് ഇങ്ങനെ ഇതിൽ കൂടെ x1 പ്ലസ് x28 പറഞ്ഞാൽ എന്താ, x1 പ്ലസ് x28ന് പകരം നമുക്ക് x11 പ്ലസ് x18 എഴുതാ. ഓക്കെ, n/2. കാരണം എന്താ, x1 പ്ലസ് x28 അതിൽ ആ 2 ടേമുകളുടെ പൊസിഷൻ വാല്യൂസിൻ്റെ സമ്മ ഈക്വലാണ്, അതുകൊണ്ട് ടേംസിൻ്റെ സമ്മ ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് x1 പ്ലസ് x28 ഈസ് ഈക്വൽ ടു x11 പ്ലസ് x18. സോ ഇങ്ങനെ എന്തെങ്കിലും കോമ്പിനേഷൻസ് ക്വസ്റ്റ്യൻസിൽ ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. സോ ഇവിടെ n എന്താണ്, 28 ആണ്. സോ 28/2. വാട്ട് ഈസ് x11? x11 നമ്മൾ ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ട്, ദാറ്റ് ഈസ് 90 ആണ്. x18 എന്താണ്, 146 ആണ്. സോ 90 പ്ലസ് 146. ഓക്കെ, സോ ഇത് 28/2 ആണ്, 14 ആണ്. 90 പ്ലസ് 146. ഓക്കെ, സോ അതെന്ത് 236, 236. സോ ഇത് ചെയ്തു വരുമ്പം 236 ഇൻറ്റു 14 എത്ര വരും, 4 4 6 4 10. ഓക്കെ, 3304 ആൻസർ വരിക. ഓക്കെ, ഇതിൽ അടുത്ത സെക്ഷൻ നമുക്ക് നെക്സ്റ്റ് പാർട്ടിലായിട്ട് നമുക്ക് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതുപോലെ ഞങ്ങൾ ഇൻഡിവിജ്വൽ ട്യൂഷൻ, അതേപോലെ മൈക്രോബാറ്റ് ട്യൂഷൻസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ എക്സസൈസ് മാത്സിനാണെങ്കിൽ നമുക്ക് റെക്കോർഡ് ക്ലാസ്സും അതുപോലെ ഡൗട്ട് ക്ലിയറൻസ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. സോ താല്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 9605574527.